الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ മൻദൂമത്തുൽ ഹായിയ എന്ന കവിതയാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി നാം സംസാരിച്ചത് ശഫാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിനുശേഷം അതേ വരിയിൽ തന്നെ ഇമാം അവറുകൾ പറഞ്ഞു, വഖുൽ ഫീ അദാബിൽ ഖബ്രി ഹഖ്ഖുൻ മുവദ്ദഹു, അദാബുൽ ഖബ്റിനെ കുറിച്ച് നീ വിശ്വസിക്കുക, നീ പറഞ്ഞുകൊള്ളുക, അത് സത്യമാണ്, അത് പ്രമാണങ്ങളിൽ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് എന്ന് നീ പറഞ്ഞുകൊള്ളുക. അദാബുൽ ഖബ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഫിത്നത്തുൽ ഖബറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഖബറിലുള്ള ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, നിങ്ങളിൽ ഒരാൾ ഖബറിൽ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ യഅതീഹി മലകാനി അസ്വദാനി അസ്റഖാൻ, കറുത്ത ശരീരമുള്ള നീല കണ്ണുകളുള്ള രണ്ട് മലക്കുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്നിട്ട് 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും. മൻ റബ്ബുക മാ ദീനുക, അതുപോലെ റസൂലിനെ കുറിച്ചുള്ള ചോദ്യം. ഇതാണ് ഫിത്നത്തുൽ ഖബർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പറയുന്നത് അദാബുൽ ഖബറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഖബറിലെ ശിക്ഷയും അതുപോലെ ഖബറിലെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം. അത് രണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അവർ പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഅവദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാരി വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ ഫിത്നയിൽ നിന്നും നരകത്തിന്റെ അതിന്റെ ശിക്ഷയിൽ നിന്നും, അതുപോലെ തന്നെ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഫിത്നത്തുൽ ഖബറിൽ നിന്നും അതുപോലെ അദാബുൽ ഖബറിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് ഖബറിൽ രക്ഷയുണ്ട്, അല്ലെങ്കിൽ ഖബറിൽ സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്. അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന കാര്യമാണ്. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയവേ അല്ലാഹു പറഞ്ഞു, സനുഅദ്ദിബുഹും മർറതൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, നാം അവരെ 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കുന്നതാണ്, പിന്നീട് വലിയ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുന്നതാണ്. ഏതാണ് ഈ 2 ശിക്ഷ എന്ന് പറയുന്നത്? മഹാന്മാരായ താബിഈങ്ങൾ ഇമാം ഖതാദ അതുപോലെ തന്നെ റബീഉ ഇബ്നു അനസ് അവർ പറഞ്ഞതായി കാണാം റഹിമഹുമുല്ലാഹ്. സനുഅദ്ദിബുഹും മർറതൈൻ, നാം അവരെ 2 പ്രാവശ്യം ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഇഹ്ദാഹുമാ ഫിദ് ദുനിയ, ഒന്നാമത്തേത് ദുനിയാവിൽ വെച്ചുള്ള ശിക്ഷയാണ്. മുനാഫിക്കുകളായ ആളുകളെ അല്ലാഹു ദുനിയാവിൽ വെച്ച് അവരെ ശിക്ഷിക്കും. അവരുടെ തനി നിറം അല്ലാഹു ജനങ്ങൾക്ക് മുമ്പിൽ വെളിവാക്കുകയും അവരെ വശലാക്കുകയും ചെയ്യും. അതാണ് ദുനിയാവിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ. വൽ ഉഖ്റാ ഹിയ അദാബുൽ ഖബർ, രണ്ടാമത്തെ ശിക്ഷ അത് ഖബർ ശിക്ഷയാണ്. അതിനുശേഷം അവർക്ക് പരലോകത്ത് മറ്റ് വലിയ ശിക്ഷകളുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ളത് മാ ജാഅ ഫി അദാബിൽ ഖബർ, അദാബുൽ ഖബറുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയുന്ന അധ്യായത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ കഴിയും, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും നരകം അവർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? കാഫിറുകളായ ഫിർഔനിന്റെ ആളുകൾ. അപ്പോൾ അവർക്ക് ഖബറിൽ രാവിലെയും വൈകുന്നേരവും അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്, നരകം അവർക്ക് കാണിക്കപ്പെടുന്നുണ്ട്. വയൗമ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്ന നിലവിൽ വരുന്ന ആ ദിവസം അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക എന്ന് കൽപ്പിക്കപ്പെടും. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഖബറിൽ രാവിലെയും വൈകുന്നേരവും അവർ ഇങ്ങനെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇദാ ഫറഗ അഹദുക്കും മിനത്ത് തശഹുദിൽ ആഖിർ, നമസ്കാരത്തിലെ അവസാനത്തെ തശഹുദിലെ ആ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കേണ്ടതുണ്ട്. മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അഭയം ചോദിക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്?
അദാബുൽ ഖബർ. അപ്പോൾ അദാബുൽ ഖബർ എന്നുള്ളത് അത് ഉള്ള കാര്യമാണ്. ഉള്ള കാര്യത്തിൽ നിന്നാണ് അഭയം ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൽപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും ഹാദാ ദുആഅ കമാ യുഅല്ലിമുഹും അസ്സൂറത മിനൽ ഖുർആൻ. ഖുർആനിലെ ഒരു സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് പോലെ ഈ പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു. ഏതാണ് പ്രാർത്ഥന? റസൂലുള്ളാഹി പറയുന്നു, ഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വഅഊദു ബിക മിൻ അദാബിൽ ഖബർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. അപ്പോൾ ഈ പ്രാർത്ഥന അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയിലും അദാബുൽ ഖബർ എന്ന കാര്യം അവിടുന്ന് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആളുകളോട് പറയുമായിരുന്നു, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിച്ചു കൊള്ളുക. മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം, ആ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അദാബുൽ ഖബർ അത് സത്യമാണ് എന്നതിനുള്ള തെളിവുകളാണ് ഈ കേട്ടതെല്ലാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ആളുകൾ അവരുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, യുഅദ്ദബാനി, അവർ ഇരുവരും ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ യഹൂദിയായ ഒരു സ്ത്രീ അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയും എന്നിട്ട് അദാബുൽ ഖബറിനെ കുറിച്ച് അവരോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, അആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അദാബുൽ ഖബറിനെ കുറിച്ച് റസൂലിനോട് ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അത് സത്യമാണ്. അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷ എന്നുള്ളത് അത് സത്യമാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദു സ്വല്ലാ സ്വലാതൻ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം എല്ലാ പ്രാവശ്യവും നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാതെ ഇരുന്നിട്ടില്ല എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മദ്ഹബു സലഫിൽ ഉമ്മ വഅഇമ്മതിഹാ, മുൻകഴിഞ്ഞ നമ്മുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അതുപോലെ സലഫുകളായ ആളുകൾ അവരെല്ലാം വിശ്വസിച്ചിരുന്നത്, അവരുടെ നിലപാട്, അന്നൽ മയ്യിത ഇദാ മാത യകൂനു ഫീ നഈമിൻ ഔ അദാബ്, ഒരു മയ്യത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ മയ്യത്ത് സൗഖ്യത്തിലായിരിക്കും, രക്ഷയിലായിരിക്കും ഖബറിൽ, അതല്ലെങ്കിൽ ശിക്ഷയിലായിരിക്കും എന്നതാണ് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ, സലഫുകൾ അവർ സ്വീകരിച്ച നിലപാടായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. എന്നാൽ ബുദ്ധി കൊണ്ട് ദീൻ നിർമ്മിക്കുന്ന ആളുകൾ, തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ, വഹ്യാകുന്ന പ്രമാണത്തെക്കാൾ ബുദ്ധിയെ മുന്തിച്ച ആളുകളുണ്ട്, പിഴച്ചുപോയ ബിദ്അത്തിന്റെ കക്ഷികൾ. ചില ആളുകൾ അവർ ഖബർ ശിക്ഷയെ നിഷേധിച്ചതായി കാണാം. അവർ പറയുന്ന ന്യായം, ഖബർ മരണപ്പെട്ടതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ഖബർ തുറന്നു നോക്കിയപ്പോൾ ആ ഖബറിൽ യാതൊരു മാറ്റവും കണ്ടിട്ടില്ല. ഖബറിൽ ശിക്ഷയാണെങ്കിൽ ആ മയ്യത്തിന്റെ രൂപത്തിൽ നന്നായി മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു എന്നൊക്കെയാണ് അവരുടെ പരിമിതമായ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ കാര്യം. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ മരണശേഷം നടക്കുന്ന കാര്യങ്ങൾ അത് ബർസഖിയായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, അത് ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൈബിയായ കാര്യങ്ങളിൽ അല്ലാഹുവും റസൂലും എവിടെ പറഞ്ഞോ എന്ത് പറഞ്ഞുവോ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. അതിനപ്പുറമായി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായും നമുക്ക് ബോധ്യപ്പെട്ടാലേ വിശ്വസിക്കാവൂ, അതല്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെളിഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്ന നിലപാട് അതൊരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുഅ്മിനുകളുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം നേരിട്ട് കണ്ടാലേ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയുള്ളൂ എന്നതല്ല, ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അടുത്തതായി പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ ഖബറിലുള്ള ശിക്ഷ. അതിന് പല കാരണങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, തിന്മകൾ, പൊതുവെ എല്ലാ തിന്മകളും അത് ഖബറിൽ ശിക്ഷക്ക് അർഹമാക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നു, ചില തിന്മകൾ അത് മറ്റു ചില തിന്മകളെക്കാൾ കൂടുതൽ അർഹമായേക്കാം. നമ്മൾ മുൻപ് പറഞ്ഞ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ 2 ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. അവിടുന്ന് പറഞ്ഞു, യുഅദ്ദബാനി, അവർ ഇരുവരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, അവർ ഇരുവരും വലിയ ശിക്ഷയുടെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ
അവർക്ക് ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള വലിയ കാര്യമായിരുന്നില്ല അതല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ തെറ്റായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വിഷയത്തിന്റെ പേരിലാണ് അവർ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അമ്മ അഹദുഹുമ, അവരിൽ ഒരാൾ ഫകാന യംശി ബിന്നമീമ, അവൻ ഏഷണി പറഞ്ഞ് നടക്കുന്ന വ്യക്തിയായിരുന്നു. വ അമ്മൽ ആഖറു, രണ്ടാമത്തെ വ്യക്തിയോ ഫകാന ലാ യസ്തൻസിഹു മിൻ ബൗലിഹി, അദ്ദേഹത്തിന്റെ മൂത്രത്തിൽ നിന്ന് അദ്ദേഹം ശുദ്ധി വരുത്തിയിരുന്നില്ല, ശരിയായ രൂപത്തിൽ അതിൽ നിന്ന് ശുദ്ധി വരുത്തിയിരുന്നില്ല. ഈ രണ്ട് തെറ്റുകളുടെ പേരിലാണ് അവർ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, തനസ്സഹു മിനൽ ബൗൽ, നിങ്ങൾ മൂത്രത്തിൽ നിന്ന് നന്നായി ശുദ്ധി വരുത്തുക. ഫഇന്ന ആമ്മത അദാബിൽ ഖബ്രി മിൻ, ഖബറിലെ ശിക്ഷകളിൽ ഭൂരിഭാഗവും അതിന്റെ പേരിലുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പോൾ തെറ്റുകൾ അത് ഖബറിൽ ശിക്ഷ നേടിത്തരുന്ന കാര്യമാണ്. നമ്മൾ മുൻപ് വായിച്ച ഹദീസ്, ഖബറിൽ രണ്ടുപേർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു ഈന്തപ്പനയുടെ മടലെടുത്ത് അത് രണ്ട് കഷ്ണമാക്കി, എന്നിട്ട് ആ രണ്ട് ഖബറിന്റെ മുകളിലും അത് കുത്തിവെച്ചു. എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, ലഅല്ലഹു യുഖഫഫു അൻഹുൽ അദാബു മാ ലം യൈബസ, അവ രണ്ടും ഉണങ്ങുന്നത് വരെ അവർക്ക് ആ ഖബറിലെ ശിക്ഷയിൽ ഒരു ലഘൂകരണം അവർക്ക് നൽകപ്പെട്ടേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ആ മരങ്ങൾ അത് ഉണങ്ങുന്നത് വരെ അവർക്ക് എന്താണ്? ആ ശിക്ഷയിൽ ഇളവുണ്ട്. അതിനുശേഷം വീണ്ടും അവർക്ക് ശിക്ഷ അത് തുടർന്നേക്കാം എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇവിടെയാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന മറ്റൊരു മസ്അലയാണ്, ഖബറിലുള്ള ശിക്ഷ അത് എന്നെന്നും നിലനിൽക്കുമോ, അതല്ല അത് കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ശിക്ഷ നിലച്ചു പോകുമോ എന്നുള്ള വിഷയം. പണ്ഡിതന്മാർ പറഞ്ഞു, തെറ്റുകൾ ചെയ്ത ആളുകൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ശിക്ഷ അത് ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിന്നേക്കാം. അതല്ലെങ്കിൽ അവരുടെ തെറ്റിന്റെ തോതനുസരിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ ഖബറിലെ ശിക്ഷ അത് നിലച്ചു പോയേക്കാം. എന്നാൽ കാഫിറുകളായ ആളുകൾ അവർക്ക് ശിക്ഷ ഒരിക്കലും നിലക്കുന്നില്ല. നമ്മൾ മുൻപോതിയ ആയത്തുണ്ട്, അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകം അവരുടെ മേലിങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളാകുന്നത് വരെ അതുണ്ട്. അതുകൊണ്ട് കാഫിറുകളായ ആളുകൾക്കുള്ള ശിക്ഷ അത് എന്നും നിലനിൽക്കുന്നതാണ്. ദായിമുൻ വലാ യൻഖതി', അതൊരിക്കലും നിലച്ചു പോകുന്നില്ല, മുറിഞ്ഞു പോകുന്നില്ല. എന്നാൽ മറ്റ് തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ അവരുടെ ശിക്ഷ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അതല്ലെങ്കിൽ അവരുടെ തെറ്റുകളുടെ തോതനുസരിച്ച് കുറച്ചു കാലം അവർ ശിക്ഷ അനുഭവിക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫിത്നത്തുൽ ഖബർ, ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട മസ്അല പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഖബറിൽ തന്നെ മറമാടണമെന്നില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, മലക്കുകളുടെ ചോദ്യം ചെയ്യലിന് അവൻ വിധേയനാകണമെങ്കിൽ. അതുപോലെ തന്നെയാണ് ഖബറിലെ ശിക്ഷയും രക്ഷയും. ഒരു വ്യക്തി അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് വിചാരിക്കുക, കടലിൽ മുങ്ങി മരിച്ചു, അദ്ദേഹത്തിന്റെ അവയവങ്ങൾ അത് മത്സ്യങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരാൾ കത്തി മരിച്ചു, അദ്ദേഹത്തെ പിന്നീട് ഖബറടക്കാൻ അദ്ദേഹത്തിന്റെ അവയവങ്ങളില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിലും അവർക്കും എന്തുണ്ട്? ഖബറിലുള്ള ശിക്ഷയും രക്ഷയുമുണ്ട്, അദാബുണ്ട്, അദാബുൽ ബർസഖ് ഉണ്ട് അവർക്ക്. ഒന്നെങ്കിൽ അവർക്ക് ശിക്ഷയായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് സൗഖ്യമായിരിക്കും. പിന്നെ എങ്ങനെയാണ് അദാബുൽ ഖബർ, ഖബറിലേക്ക് ചേർത്ത് കൊണ്ട് പറയുന്നത് എന്താണ്? ഈ ലോകത്തുള്ള അധിക ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളെയും അവർ മരണപ്പെട്ടാൽ അവരെ മറമാറാണുള്ളത്, ഖബറിൽ അടക്കാറാണുള്ളത്. അതുകൊണ്ടാണ് ഖബർ, അദാബുൽ ഖബർ എന്ന പേര് അതിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഖബറിലുള്ള ശിക്ഷ അത് നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും അത് അറിയുന്നതാണ്, അത് അനുഭവിക്കേണ്ടി വരും എന്നുകൂടി പണ്ഡിതന്മാർ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മരണപ്പെട്ടു പോയ ആളുകൾ അവരെ ഖബറടക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സുമ്മ അമാതഹു ഫഅഖ്ബറഹ്, പിന്നീട് അവനെ മരിപ്പിക്കുകയും അല്ലാഹു അവനെ മരിപ്പിക്കുകയും പിന്നീട് ഖബറിൽ മറയ്ക്കുകയും ചെയ്തു. ഖബറടക്കാനുള്ള സൗകര്യം അത് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മരിച്ച വ്യക്തി, ആ മരിച്ച ഒരാളെ ഖബറടക്കിയില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? നാം ഒന്ന് ആലോചിച്ച് നോക്കുക. മരണപ്പെട്ട വ്യക്തിയെ ഒരു വിജനമായ പ്രദേശത്ത് അതല്ലെങ്കിൽ ആളുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ആ മരണപ്പെട്ട വ്യക്തിയെ അതേപോലെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആളുകൾക്ക് അതിലൂടെ നടക്കാൻ കഴിയില്ല, ദുർഗന്ധം വമിക്കും. അങ്ങനെ ആളുകൾക്ക് അത് പ്രയാസമാകും, അവനെ കാണുന്നവർക്ക് അത് പ്രയാസമാണ്. അവന്റെ ഉറ്റ സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ ഉറ്റ ആളുകളൊക്കെ ആയിരിക്കും, അവരുടെയൊക്കെ വികൃതമായ രൂപം കാണുമ്പോൾ അത് വേദനാജനകമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഖബറിൽ മറമാടപ്പെടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. മഹാനായ ആദം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ 2 മക്കൾ ഉണ്ടായിരുന്നു, ഹാബീൽ വഖാബീൽ. ഹാബീലിനെ കൊലപ്പെടുത്തുകയുണ്ടായി. ലോകത്ത് ആദ്യമായി നടന്ന കൊലപാതകം അതാണ്. എന്നിട്ട് കൊന്നതിന് ശേഷം തന്റെ സഹോദരനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കാണാം, ഫബഅസല്ലാഹു ഖുറാബൻ
യബ്ഹതു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി. തന്റെ സഹോദരന്റെ മൃതദേഹം അതെങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു കാക്കയെ അയക്കുകയാണ്. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, 2 കാക്കകൾ വന്ന് അവർ പരസ്പരം അടികൂടുകയും എന്നിട്ട് അതിലൊന്ന് ചത്തുപോവുകയും എന്നിട്ട് മറ്റേ കാക്ക അത് മണ്ണിൽ നിലത്ത് മാന്തി ഒരു കുഴിയുണ്ടാക്കുകയും അതില് ആ ചത്തുപോയ കാക്കയെ മറമാടുകയും ചെയ്തു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാബീൽ അഥവാ ആദം അലൈഹിസ്സലാമിന്റെ മകനായ ഖാബീലിന് തന്റെ സഹോദരനെ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. എന്നാൽ മറ്റു മതങ്ങളിലുള്ള ആളുകൾ അവർ മയ്യത്തിനെ അഗ്നിക്കരയാക്കുന്ന ആളുകളുണ്ട്, ദഹിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ധാരാളം മയ്യത്തിനോട് ക്രൂരതകൾ കാണിക്കുന്ന ആളുകളുണ്ട്. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുബൈർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം തന്റെ ശറഹിൽ പറഞ്ഞതായി കാണാം, ഇന്ത്യയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ അദ്ദേഹത്തിന്റെ കഥ പറയുകയുണ്ടായി. എന്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം അത് കത്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ധാരാളം വിറകുകളൊക്കെ കൂട്ടി അങ്ങനെ മാതാവിനെ കത്തിക്കുന്നതിന് വേണ്ടി അവർ അതിന് തീ കൊളുത്തി. അങ്ങനെ ആ വിറകും മുഴുവൻ കത്തി. അതുപോലെ ആ മാതാവിന്റെ മുകളിലുള്ള വസ്ത്രവും അതും കത്തിത്തീർന്നു. അങ്ങനെ ആ തീ അണഞ്ഞു പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ആ മാതാവ് വസ്ത്രമില്ലാതെ വിവസ്ത്രയായിക്കൊണ്ട് അവിടെ ആളുകളുടെ മുമ്പിലൊക്കെ കാണപ്പെട്ടു. എന്നിട്ട് അവർ വീണ്ടും വിറക് ഒരുമിച്ച് കൂട്ടുകയും വീണ്ടും അങ്ങനെ കത്തിച്ച് അതിനെ ദഹിപ്പിക്കുകയുണ്ടായി. ഈ കാര്യം അദ്ദേഹത്തിന് അങ്ങേയറ്റം വിഷമമുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാമിന്റെ ഈ ഖബറടക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹം അത് അറിയുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നതായി കാണാം, നിങ്ങളുടെ ദീനിൽ മരിച്ചവരെ ഖബറടക്കുന്ന ഈ ഒരു കാര്യം തന്നെ മതി, ഇസ്ലാമാണ് സത്യമെന്ന് തിരിച്ചറിയാനെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. മയ്യത്തിനെ ആദരിക്കുകയും ആ മയ്യത്തിനെ ബഹുമാനിക്കുകയും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ യാത്രയാക്കുകയും ചെയ്യുന്നത് ഇസ്ലാം ദീനിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അടുത്തതായി പണ്ഡിതന്മാർ പറഞ്ഞതാണ് മുൻജിയാത്തിൽ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന കാര്യങ്ങൾ അതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖബറിൽ ഒരു മയ്യത്ത് വെക്കപ്പെട്ടതിന് ശേഷം ആളുകളൊക്കെ തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന ശബ്ദം അത് മയ്യത്ത് കേൾക്കുന്നതാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, ഫഇൻ കാന മുഅ്മിനൻ, ആ മരണപ്പെട്ട വ്യക്തി മുഅ്മിനാണെങ്കിൽ കാനത്തിസ് സ്വലാത്തു ഇൻദ റഅസിഹി, അവന്റെ നമസ്കാരങ്ങൾ അവന്റെ തലഭാഗത്തുണ്ടാകും. വകാന സിയാമു അൻ യമീനിഹി, അവൻ അനുഷ്ഠിച്ച നോമ്പുകൾ അത് അവന്റെ വലതുഭാഗത്തുണ്ടാവും. വകാനത്തിസ് സകാത്തു അൻ ശിമാലിഹി, അവന്റെ സകാത്ത് അത് അവന്റെ ഇടതുഭാഗത്തുണ്ടാകും. വകാന ഫിഅലുൽ ഖൈറാത്തി മിനസ് സദഖത്തി വസ്സിലതി വൽ മഅറൂഫി വൽ ഇഹ്സാനി ഇലന്നാസ്, അവൻ ചെയ്ത സദഖകൾ, അവൻ ജനങ്ങളോട് ചെയ്ത നന്മകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ അതെല്ലാം അവന്റെ കാൽഭാഗത്തുണ്ടാകും. എന്നിട്ട് റസൂൽ പറയുന്നു, ഫയുഅ്താ മിൻ ഖിബലി റഅസിഹി, അങ്ങനെ അവന്റെ തലഭാഗത്തിലൂടെ ശിക്ഷ ചെയ്ത മലക്കുകൾ വരുമ്പോൾ ഫതഖൂലു സ്വലാത്തു, നമസ്കാരം വിളിച്ചു പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ല. അതേപോലെ അവന്റെ വലതുഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ നോമ്പ് വിളിച്ചു പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ല. ഇടതുഭാഗത്തിലൂടെ മലക്കുകൾ വരുന്ന സന്ദർഭത്തിൽ അവന്റെ സകാത്ത് വിളിച്ചു പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, അതിലൂടെയും പ്രവേശനമില്ല. അതുപോലെ അവന്റെ കാൽഭാഗത്തിലൂടെ വരുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്ത മറ്റ് നന്മകളൊക്കെ അതാ ശിക്ഷയെ തടുക്കുകയാണ്. അപ്പോൾ അവന്റെ നാനാവശത്ത് നിന്നും അവന് നന്മകൾ ആ ശിക്ഷയെ തടുക്കുന്ന, അതിനെ ചെറുക്കുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നിട്ട് റസൂൽ പറയുന്നു, വ ഇന്നൽ കാഫിർ, എന്നാൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ ഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരും, അവന്റെ വലതുഭാഗത്തിലൂടെ വരും, അവന്റെ ഇടതുഭാഗത്തിലൂടെ വരും, അതുപോലെ തന്നെ അവന്റെ കാൽപാദങ്ങളിലൂടെ ആ ഭാഗത്തിലൂടെയും ശിക്ഷയുടെ മലക്കുകൾ വരും. ഫലാ യൂജദു ശൈഉൻ, ആ ശിക്ഷയെ തടുക്കുവാൻ, ആ ശിക്ഷയെ ചെറുക്കുവാൻ, അതിനെ തടഞ്ഞു മാറ്റാൻ അവന്റെ പക്കൽ ഒരു നന്മയും തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളമായി മുന്നേറുക, പ്രത്യേകിച്ച് അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ, ഫർളായ നമസ്കാരം, അതുപോലെ തന്നെ റമളാനിലെ നോമ്പ്, അള്ളാഹു നിർബന്ധമാക്കിയ സകാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം കുടുംബബന്ധം ചേർക്കുക, ജനങ്ങൾക്ക് നന്മ ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യുഅ്തർ റജുലു ഫീ ഖബരി, ഒരു വ്യക്തിയെ ഖബറിൽ കൊണ്ടുവരപ്പെട്ടാൽ, ആ ഖബറിൽ മറമാടപ്പെട്ടാൽ, ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി, അവന്റെ തലഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ കടന്നു വരുമ്പോൾ ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, അവൻ പാരായണം ചെയ്ത ഖുർആൻ പാരായണം എന്ന കർമ്മം, സൽക്കർമ്മം, അത് ആ ശിക്ഷയെ തടുക്കുന്നതാണ്. വഇദാ ഉതിയ മിൻ ഖിബലി യദൈഹി, അവന്റെ കൈകളിലൂടെ ആ ഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ ദഫഅത്ഹു സദഖ, അവൻ ചെയ്ത സദഖകൾ, ദാനധർമ്മങ്ങൾ
അത് ആ ശിക്ഷയെ തടുക്കുന്നതാണ്. അതുപോലെ തന്നെ അവന്റെ കാൽപാദത്തിലൂടെ അതിലൂടെ ശിക്ഷയുടെ മലക്കുകൾ കടന്നു വരുമ്പോൾ, ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ ദഫഅഹു മശ്യുഹു ഇലൽ മസാജിദ്, അവൻ പള്ളികളിലേക്ക് നടന്നുപോയതിന്റെ ആ പ്രവർത്തനം, ആ സൽക്കർമ്മം, അത് ആ ശിക്ഷയെ തടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ 3 പ്രവർത്തനങ്ങൾ: ഖുർആൻ പാരായണം, സദഖ, പള്ളികളിലേക്ക് നടന്നു പോവുക. ഇതെല്ലാം അദാബുൽ ഖബറിൽ നിന്ന് നമുക്ക് രക്ഷയേകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആനിൽ ഒരു പ്രത്യേക അധ്യായമുണ്ട്, അതിന് ഖബർ ശിക്ഷയിൽ നിന്ന് അത് രക്ഷയാണ് എന്ന് നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്, അഥവാ സൂറത്തുൽ മുൽക്ക് അത് ആരെങ്കിലും എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുകയാണെങ്കിൽ മനഅഹു അല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് അവന് സംരക്ഷണം ഒരുക്കുന്നതാണ്. ആ ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു അവനെ തടുക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകുന്നാ ഫീ അഹ്ദി റസൂലില്ലാഹ് നുസമ്മീഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ സൂറത്തുൽ മുൽക്കിനെ ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നത് അൽ മാനിഅ, അഥവാ തടുക്കുന്നത്, ഖബർ ശിക്ഷയിൽ നിന്ന് തടുക്കുന്നത് എന്ന അർത്ഥത്തിൽ അൽ മാനിഅ എന്ന പേര് അവർ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ വിളിച്ച മറ്റൊരു പേരാണ് അൽ മുൻജിയ. മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നത്, ഖബർ ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിൽ അൽ മുൻജിയ എന്ന പേരും അവർ വിളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖബറിൽ നമുക്ക് രക്ഷയേകുന്ന പ്രവർത്തനങ്ങളിൽ ധാരാളമായി മുന്നേറുകയും അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നീട് അതിനുശേഷമുള്ളതെല്ലാം എളുപ്പമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കാണുന്ന സന്ദർഭത്തിൽ ധാരാളമായി കരയും. അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ അത് നനയാറുണ്ടായിരുന്നു. അത്രയും ശക്തമായ രീതിയിൽ അദ്ദേഹം കരയാറുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിക്കാറുണ്ട്, സ്വർഗവും നരകവും ഒക്കെ താങ്കളോട് പറയാറുള്ള സന്ദർഭത്തിൽ താങ്കൾ കരയാറില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറയുന്ന സന്ദർഭത്തിൽ താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, നമ്മൾ പരലോകത്തേക്ക് ചെന്നെത്താനുള്ള നമ്മുടെ ആദ്യത്തെ ഇടം അത് ഖബറാകുന്നു. ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ചോദ്യമുണ്ട്, ആ ഖബറിൽ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ആ ഖബറിലെ ചോദ്യത്തിൽ രക്ഷപ്പെട്ടവൻ, ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ, അവന് പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം എളുപ്പമാണ്. അതിൽ രക്ഷപ്പെട്ടവന് അതിനുശേഷമുള്ളത് അതിനേക്കാൾ എളുപ്പമായിരിക്കും. എന്നാൽ ആ ഖബറിലെ ചോദ്യത്തിൽ, ആ ഖബറിലുള്ള ശിക്ഷയിൽ അകപ്പെട്ടു പോയാൽ, അതിൽ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനുശേഷം അവനെ ബാധിക്കാണ്ടിരിക്കുന്നത് അത് അതികഠിനമായ, അതിനേക്കാൾ ഗൗരവമുള്ളതാണ്, ഗുരുതരമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ദഉ മിൻ, ഖബറിനേക്കാൾ പേടിപ്പെടുത്തുന്ന, ഖബറിനേക്കാൾ ഭീതിതമായ, ഖബറിനേക്കാൾ ഭയാനകരമായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇതാണ് ഖബറിലെ രക്ഷയും അല്ലെങ്കിൽ ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട പാഠം. അടുത്തതായി ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വലാ തുക്ഫിറൻ അഹ്ല സ്വലാത്തി വഇൻ അസൗ ഫകുല്ലുഹും യഅസി വദുൽ അർശി യസ്ഫഹു. വലാ തുക്ഫിറൻ അഹ്ല സ്വലാഹ്, നമസ്കരിക്കുന്ന ആളുകൾ അഥവാ മുസ്ലിമീങ്ങൾ, നമസ്കരിക്കുന്നവർ അവൻ അസ്ലിയായി മുസ്ലിമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അവരെ നീ കാഫിറാണെന്ന് വിധിക്കാൻ പാടില്ല, കാഫിറാണെന്ന് നീ പ്രഖ്യാപിക്കരുത്. വഇൻ അസൗ, അവർ തെറ്റുകൾ ചെയ്തു പോയാലും, അവർ ധാരാളം വൻപാപങ്ങൾ ചെയ്താലും. പണ്ഡിതന്മാർ പറഞ്ഞു, മാ ജാമത് മഅസിയതുഹും ദൂനൽ കുഫ്രി വശിർക്ക്, ശിർക്കിനും കുഫ്രിനും താഴെയുള്ള തെറ്റുകൾ അത് ചെയ്തു പോയ നമസ്കരിക്കുന്ന ആളുകൾ അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ, അവരെ നിങ്ങൾ വൻപാപങ്ങളുടെ പേരിൽ അവർ കാഫിറുകളാണ് എന്ന് നിങ്ങൾ വിധി പ്രഖ്യാപിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, ഫകുല്ലുഹും യഅസി, എല്ലാവരും, മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളെല്ലാം ഖത്താഉൻ, ഖത്താ എന്ന് പറഞ്ഞാൽ ധാരാളമായി തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ, ആ ധാരാളമായി തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ അത്തവ്വാബൂൻ, തവ്വാബൂൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ ധാരാളമായി തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും, തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് അത് മനുഷ്യരിൽ ഉള്ള കാര്യമാണ്, അവരുടെ പ്രകൃതത്തിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. എന്നിട്ട് പറയുന്നു, വദുൽ അർശി, അർശിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്ഫഹു, അവൻ ധാരാളമായി മാപ്പാക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ പ്രയോഗമാണ് ദുൽ അർശ്. വിശുദ്ധ ഖുർആനിൽ കാണാം ദുൽ അർശിൽ മജീദ്, അർശിന്റെ ഉടമയായവൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണത് ദുൽ അർശ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്.
അള്ളാഹു പറഞ്ഞു, ഖുൽ നബിയെ താങ്കൾ പറഞ്ഞുകൊള്ളുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് താങ്കൾ പറഞ്ഞുകൊള്ളുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു നൽകുന്നതാണ്. ദുനിയാവിൽ തൗബ ചെയ്താൽ പൊറുക്കാത്ത ഒരു പാപവുമില്ല. അത് ശിർക്കാകട്ടെ കുഫ്റാകട്ടെ, ദുനിയാവിൽ വെച്ച് തൗബ ചെയ്തോ അല്ലാഹു പൊറുക്കാത്ത ഒരു പാപവുമില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തിന്മ പ്രവർത്തിച്ചു, ഔ യദ്ലിം നഫ്സഹു, അതല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ, പാപമോചനം തേടിയാൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അവന് അല്ലാഹുവിനെ അങ്ങേയറ്റം പൊറുക്കുന്നവനായി അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനായി അല്ലാഹുവെ അവന് കണ്ടെത്താൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു പറഞ്ഞു, യാ ഇബാദി, അല്ലാഹു അവന്റെ അടിമകളെ വിളിക്കുകയാണ്, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി നൽകുന്നതാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അൽ ഗഫൂർ, അതുപോലെ അൽ ഗഫാർ, അത്തവാബ്, ഇങ്ങനെയുള്ള ധാരാളം പേരുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിനെ അറിയിക്കുന്ന ധാരാളം നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വരിയിലൂടെ ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്, മുസ്ലിമീങ്ങളായ ആളുകൾ, നമസ്കരിക്കുന്ന ആളുകൾ, അവർ ശിർക്കിനും കുഫറിനും താഴെയുള്ള തെറ്റുകൾ ചെയ്താൽ, വൻപാപങ്ങൾ ചെയ്താൽ അവരെ കാഫിറാണ് എന്ന് നിങ്ങൾ വിധിക്കാൻ പാടില്ല. അഹ്ലുൽ കബായിർ എന്നാണ് അവരെ കുറിച്ച് പറയുക. അഹ്ലുൽ കബായിർ, വൻപാപം ചെയ്തു പോയ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന വാക്കാണ്, ശഫാഅതി ലി അഹ്ലിൽ കബായിർ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലെ വൻപാപം ചെയ്തു പോയ ആളുകൾ അവർക്ക് വേണ്ടിയുള്ളതാണ് എന്റെ ശഫാഅത്ത്. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശഫാഅത്ത് മുഖേന അവരെ നരകത്തിൽ നിന്ന് അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അഹ്ലുൽ കബായിർ, വൻപാപം സംഭവിച്ച ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അസ്ഹാബുൽ ദുനൂബ് അല്ലദീന യുആഖിറൂനഹ വമാതു മിൻ ഗൈരി തൗബ, വൻപാപങ്ങളിൽ മുഴുകിയ ആളുകൾ. അങ്ങനെ അവർ മരണപ്പെട്ടത് ആ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് അവർ മരണപ്പെട്ടത്. അവരുടെ പാപങ്ങളാകട്ടെ അത് അവരുടെ നന്മകളെക്കാൾ അധികമുണ്ട്. ഇതാണ് അഹ്ലുൽ കബായിർ എന്ന് പറഞ്ഞാൽ. വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ശിർക്കിനും കുഫറിനും താഴെയുള്ള മറ്റു വൻ പാപങ്ങൾ ധാരാളമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ തൗബ ചെയ്യാതെയാണ് മരിച്ചത്. അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ അത് അവരുടെ നന്മകളെക്കാൾ അധികമായുണ്ട്, നന്മകളെ അതിജയിച്ചിരിക്കുന്നു അവരുടെ പാപങ്ങൾ. അവരുടെ വിഷയത്തിൽ ജനങ്ങളെ 3 തരക്കാരാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, തൊറഫാനി വ വസത്ത്, പിഴച്ചുപോയ 2 വിഭാഗം ആളുകൾ, 2 അറ്റങ്ങളിൽ നിൽക്കുന്ന പിഴച്ചുപോയ ആളുകൾ. വ വസത്തുൻ, ശരിയായ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ശരിയായ നിലപാടിന്റെ ആളുകളുണ്ട്. ഒന്നാമത്തെ പിഴച്ചുപോയ വിഭാഗം ആളുകൾ അവരാരാണ്? അൽ ഖവാരിജ് വൽ മുഅ്തസില, ഖവാരിജുകളും മുഅ്തസില വിഭാഗക്കാരുമാണവർ. ഖവാരിജുകൾ അവരെന്താണ് പറയുന്നത്? ഒരാൾക്ക് ശിർക്കിന് താഴെയുള്ള ഒരു വൻപാപം സംഭവിച്ചു ദുനിയാവിൽ, അവനെന്താണ്? അവൻ കാഫിറാണ്. ഇനി അവൻ ആ വൻപാപത്തിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് അവൻ മരിച്ചതെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്, അവൻ നരകത്തിൽ എന്നെന്നും കഴിയേണ്ടവനാണ്. ഇതാണ് ഖവാരിജുകൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മുഅ്തസില വിഭാഗം അവരും വിശ്വസിക്കുന്നത്, അയാൾക്ക് ദുനിയാവിൽ ശിർക്കിനും കുഫറിനും താഴെയുള്ള മറ്റു വൻപാപം സംഭവിച്ചാൽ അവൻ മുസ്ലിമല്ല, എന്നാൽ അവൻ കാഫിറുമല്ല. ആ മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയിലാണ് അവർ എന്നാണ് മുഅ്തസില വിഭാഗം പറയുന്നത്. പക്ഷേ മരണപ്പെട്ടാൽ ആഖിറത്തിൽ അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. അപ്പോൾ ഖവാരിജുകളും മുഅ്തസില വിഭാഗവും അവർ 2 പേരും പറയുന്നത്, വൻപാപം സംഭവിച്ചു പോയ ആളുകൾ അവർ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അവർ നരകത്തിൽ എന്തായിരിക്കും? ശാശ്വതരായിരിക്കും എന്നുള്ളതാണ്. അതാണ് അവരുടെ വിശ്വാസം. ഖവാരിജുകൾ അവരെ അൽ വഈദിയ എന്ന് വിളിക്കാറുണ്ട്. അൽ വഈദിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷകളെ കുറിച്ച് താക്കീത് വന്ന പ്രമാണങ്ങൾ, ആയത്തുകൾ, അത് മാത്രം സ്വീകരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയത്തുകൾ അതിന് ഊന്നൽ കൊടുക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് താക്കീത് വന്ന ആയത്തുകൾ അതിന് ഊന്നൽ കൊടുക്കുകയും അതിൽ അതിരുകവിയുകയും ചെയ്ത ആളുകളാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, വൻപാപം സംഭവിച്ചാൽ അവർ ദുനിയാവിൽ കാഫിറാണ്,
അതിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ അവൻ പരലോകത്ത് നരകത്തിൽ ശാശ്വതനാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. അത്തരത്തിലുള്ള ആയത്തുകളെ അവർ പാടെ അവഗണിക്കുകയും അതിൽ നിന്ന് അവർ കണ്ണ് അടക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ആയത്തുകൾ അവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തത്. മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്ന, താക്കീതുകളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ അത് മാത്രമാണ് ഖവാരിജികൾ നോക്കിക്കണ്ടത് എന്ന് നമുക്ക് കാണാം. ഇതാണ് ഒന്നാമത്തെ പിഴച്ചുപോയ ആളുകൾ. അവർ അതിരുകവിഞ്ഞ ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ അൽ മുർജിഅ എന്ന് പറയുന്ന പിഴച്ചുപോയ ആളുകളാണ്. അവർ പറയുന്നത് ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തന്നെ തെറ്റ് ചെയ്താലും അത് ഈമാനിനെ യാതൊരു ദോഷവും വരുത്തുകയില്ല. ലാ യദുറു മഅൽ ഈമാനി ദംബുൻ. ഈമാൻ ഉണ്ടോ പിന്നെ നീ എന്ത് തെറ്റ് ചെയ്താലും അത് നിന്റെ ഈമാനിനെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അതിന്റെ മധ്യത്തിലാണ്. അഥവാ പ്രമാണങ്ങൾ എന്ത് പറയുന്നുവോ അതാണ് മധ്യമമായ നിലപാട്. അഹ്ലുസുന്ന വൽ ജമാഅ എന്താണ് വിശ്വസിക്കുന്നത്? വൻ പാപം ചെയ്തു പോയ ആളുകൾ അവർ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ ലാ യുകഫറൂന സാഹിബൽ കബീറ, അവർ കാഫിറുകളാണ് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നില്ല. മറിച്ച് അവർ മുഅ്മിനീങ്ങൾ തന്നെയാണ്. അതേപോലെ വൻപാപം സംഭവിച്ച ആളുകൾ അവർ ഈമാൻ പൂർണ്ണമാണ്, അവരുടെ ഈമാൻ പൂർണ്ണമാണ് എന്നും അഹ്ലുസുന്ന വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇന്നഹു മുഅ്മിനുൻ വലാകിന്നഹു നാഖിസുൽ ഈമാൻ, അവൻ മുഅ്മിനാണ്, അവന് ഈമാനുണ്ട്, പക്ഷെ അവന്റെ ഈമാനിൽ എന്തുണ്ട്? കുറവുകളുണ്ട് എന്നാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. പക്ഷെ മുർജിആക്കൾ, തൊട്ടു മുൻപ് പറഞ്ഞു മുർജിഅ വിഭാഗം, അവരെന്താണ് പറയുന്നത്? തെറ്റുകൾ എന്ത് സംഭവിച്ചാലും അവന്റെ ഈമാനിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ അഹ്ലുസുന്ന പറയുന്നു തെറ്റുകൾ സംഭവിച്ചാൽ അത് അവന്റെ ഈമാനിൽ കുറവ് വരുത്തുന്നതാണ്. തെറ്റുകൾ എത്രയുണ്ടോ അതിനനുസരിച്ച് അവന്റെ ഈമാനിൽ ഏറ്റ വ്യത്യാസം വരും. മുഅ്മിനുൻ ഫാസിഖ് എന്നാണ് പറയുന്നത്, ഈമാനുള്ള പാപി എന്നാണ് അത്തരത്തിലുള്ള ആളുകളെ അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. ഫഹുവ മുഅ്മിനുൻ ബിഈമാനിഹി, അവന്റെ ഈമാൻ ഉള്ളത് കൊണ്ട് അവൻ മുഅ്മിനാണ്. വഫാസിഖുൻ ബികബീറതിഹി, അവന്റെ തെറ്റുകൾ, അവൻ ചെയ്ത പാപങ്ങൾ കാരണമായി അവൻ പാപിയാണ് എന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻപാപം സംഭവിച്ച ആളുകൾ, വലിയ തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ, അവരെ കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം പ്രധാനമായും 4 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, വൻപാപം സംഭവിച്ചു പോയ ആളുകൾ, തെറ്റുകൾ ഏതാകട്ടെ അത് ഈമാനിനെ ബാധിക്കുന്നതാണ്, ഈമാനിൽ കുറവ് വരുത്തുന്ന കാര്യമാണ്. തെറ്റുകൾ അങ്ങേയറ്റം അപകടമുള്ളതാണ്. അത് വലുതാകട്ടെ ചെറുതാകട്ടെ അത് അപകടമുള്ള കാര്യമാണ്. ചെറിയ ചെറിയ തിന്മകൾ അത് വലിയ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കും, വലിയ വലിയ തിന്മകൾ അത് കുഫറിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരു തിന്മ അത് അടുത്ത തിന്മയ്ക്ക് ജന്മം നൽകും. അങ്ങനെ തിന്മകൾ എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്നൽ ആസി ലാ യക്ഫുറു ഫി ദുനിയ, ഇത്തരത്തിൽ വൻപാപം സംഭവിച്ചു പോയ ആളുകൾ അവർ ദുനിയാവിൽ അവരെ കാഫിറാണെന്ന് അഹ്ലുസുന്ന വൽ ജമാഅ വിധിക്കുന്നില്ല. അവർ അകപ്പെട്ടിരിക്കുന്നത് വലിയ തെറ്റിൽ തന്നെയാണ്. പക്ഷേ അത് അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ തെളിവുകൾ ആവശ്യമുണ്ട്. ഓരോരുത്തരുടെ ഇച്ഛക്കനുസരിച്ച് ആ തെറ്റിന്റെ ഗൗരവം തീരുമാനിക്കാൻ നമുക്ക് നിർവാഹമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും. മൂന്നാമതായി, അന്നഹു ഫിൽ ആഖിറതി തഹ്ത മശീഅത്തില്ലാ, അവർ പരലോകത്ത് അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലായിരിക്കും. വൻപാപം ചെയ്തു പോയ ആളുകൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടു, അവർ പരലോകത്ത് അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അവർക്ക് പുറത്തു കൊടുക്കാം. അതല്ലെങ്കിൽ അവർ ചെയ്ത ആ തിന്മകൾ അതിന്റെ തോതനുസരിച്ച് അല്ലാഹു നരകത്തിൽ അവരെ ശിക്ഷിക്കുകയും പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോഴും എന്താണ്? അവർ നരകത്തിൽ എന്താകുന്നില്ല, ശാശ്വതരല്ല. പക്ഷേ ഖവാരിജികൾ വിശ്വസിക്കുന്നത് എന്താണ്? അവർ നരകത്തിൽ വൻപാപം സംഭവിച്ച ആളുകൾ അവർ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അവർ നരകത്തിൽ ശാശ്വതരാണ് എന്നതാണ് പിഴച്ചുപോയ ആളുകൾ അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിന് കീഴിലാണ് അത്തരത്തിലുള്ള ആളുകൾ, അവർ പരലോകത്ത് അങ്ങനെയായിരിക്കും. ഇവിടെ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് അവന്റെ ഹിക്മത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനത്തിന് പിന്നിലും അവനൊരു യുക്തി ഉണ്ടാകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നയാളുകളെ ശിക്ഷിക്കണം, ഇന്നയാളുകൾക്ക് പുറത്തു കൊടുക്കണം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കേവലം ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട് അതിന്. അള്ളാഹുവിന് അതിന് പിന്നിൽ യുക്തിയുണ്ട്. അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ചാണ് ആ കാര്യങ്ങളെല്ലാം നടക്കപ്പെടുന്നത്. അതുകൊണ്ട് പരലോകത്ത് പാപികളായ ആളുകൾ അവരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അദിൽ, അള്ളാഹുവിന്റെ നീതിയും അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഹിക്മത്തും അള്ളാഹുവിന്റെ യുക്തിയും ഇതൊക്കെ ചേർന്നുകൊണ്ടാണ്. ഈ വിശേഷണങ്ങളെല്ലാം അതിലുണ്ട് എന്ന കാര്യം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് പുറത്തു കൊടുക്കും, ചില ആളുകൾക്ക് അല്ലാഹു അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇന്നമൽ മഖ്തൂഉ ബിഹി അന്ന മിനൽ ഉസാതി മൻ യുഅഫ അൻ,
പാപികളിൽപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു എന്തായാലും അവർക്ക് പുറത്തു കൊടുക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാ പാപികളെയും ശിക്ഷിക്കുകയില്ല. അതിൽ ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നത് അത് പ്രമാണങ്ങൾ കൊണ്ട് ഉറപ്പുള്ള സ്ഥിരപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അന സതർതുഹാ അലൈക ഫി ദുനിയ, നീ ദുനിയാവിൽ വെച്ച് തിന്മ ചെയ്തപ്പോൾ നിനക്ക് ഞാനത് മറച്ചു വെച്ചു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ പാപികളിൽ ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നത് അത് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വമിനൽ ഉസാതി മൻ യദ്ഖുലുൻ നാറ ഖത്അൻ, ഈ തിന്മ ചെയ്ത പാപികളിൽ ചില ആളുകൾ, ചില വിഭാഗം അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടുമെന്നതും അതും ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? തെറ്റുകൾ ചെയ്ത എല്ലാ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. അവർക്ക് കുറച്ചാളുകൾക്ക് അവരെന്തായാലും നരകത്തിൽ പ്രവേശിക്കപ്പെടും. അതുപോലെ തന്നെ കുറച്ചാളുകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകാതെ അവർക്ക് മാപ്പ് നൽകും എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പാപികളായ ആളുകൾ അവർക്ക് മാപ്പ് നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അഫൂഹു ഫദ്ലുൻ, അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതല്ലാതെ ആ പാപി അവന്റെ അവകാശമല്ല, അള്ളാഹു അവന്റെ ഔദാര്യത്താൽ അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഇനി അവരെ ശിക്ഷിക്കുകയാണെങ്കിലോ വതഅദീബുഹു അദ്ലുൻ, അവരെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹു അവനോട് ദുൽമ ചെയ്തിട്ടില്ല. കാരണം അവൻ ശിക്ഷക്ക് അർഹനാണ്, അവൻ ശിക്ഷ ലഭിക്കാൻ അർഹനാണ്. അതുകൊണ്ട് ശിക്ഷ ലഭിക്കേണ്ട ആളുകൾക്ക് അത് നടപ്പിലാക്കുക എന്നുള്ളത് അത് നീതിയാണ്, അത് ദുൽമല്ല. അതുകൊണ്ട് ഈ രണ്ട് സന്ദർഭത്തിലും, രണ്ട് അവസ്ഥകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രശംസിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു പാപികൾക്ക് പുറത്തു കൊടുക്കുന്നത് അത് അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ നീതിയുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നാലാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള പാപികൾ അവർ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് ദുഖൂലുൻ മുഅഖ്ഖത്ത്, അഥവാ ഒരു നിശ്ചിതമായ കാലത്തേക്കുള്ള പ്രവേശനമാണ്. അവർ ആ നരകത്തിൽ എന്നെല്ലാം ശാശ്വതരല്ല. അതുകൊണ്ട് തന്നെ തൗഹീദുള്ള ആളുകൾ അവർക്ക് നിർഭയത്വമുണ്ട്. എന്തിൽ നിന്ന് നിർഭയത്വമുണ്ട്? അവർ നരകത്തിൽ ശാശ്വതരാവുകയില്ല എന്ന നിർഭയത്വം തൗഹീദുള്ള ആളുകൾക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇനി ഇതിനുള്ള തെളിവുകൾ എന്താണ്? മുസ്ലിമായ ആളുകൾ അവർ വൻപാപം ചെയ്തു, അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അത്തരത്തിലുള്ള ആളുകളെ അവർ തക്ഫീർ നടത്താൻ പാടില്ല, അവർ കാഫിറുകളാണെന്ന് വിധിക്കാൻ പാടില്ല എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. പണ്ഡിതന്മാർ ഈ തെളിവുകളെ പല ഇനങ്ങളായി തിരിച്ചതായി കാണാം. ഒന്നാമത്തെ ഇനം തെളിവുകൾ എന്താണ്? ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൗഹീദുള്ള ആളുകളാണെങ്കിൽ തൗഹീദുള്ളവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ശിർക്കില്ലാതെ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നറിയിക്കുന്ന ആയത്തുകൾ, അതുപോലെ തൗഹീദുള്ള ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളെ അവർ നരകത്തിൽ ശാശ്വതരല്ല എന്നും അതുപോലെ അവർ കാഫിറുകളല്ല എന്നതിനും ഉള്ള തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾ അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുത്ത ഒരു ബാധ്യതയുണ്ട്. എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ട ആളുകളെ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അത് അള്ളാഹു ഏറ്റെടുത്ത ബാധ്യതയാണ്. അപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഇതിന് രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, അവരെ ശിക്ഷിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. അതല്ലെങ്കിലോ കലാകാലം ശിക്ഷിക്കുകയില്ല, നരകത്തിൽ ഇട്ട് ശിക്ഷിക്കുകയില്ല. തൗഹീദുള്ള ആളുകളെ അവർ കാലാകാലം അവരെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്ന അർത്ഥവും ഇതിനുണ്ട്. അപ്പൊ ഈ ഹദീസ് എന്താണ് അറിയിക്കുന്നത്? തൗഹീദുള്ള ആളുകൾ അവർ വൻപാപം ചെയ്താലും വൻപാപങ്ങളുടെ പേരിൽ അവർ നരകത്തിൽ ശാശ്വതരാവുകയില്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് തെളിവുകൾ നമുക്ക് കാണാം. തൗഹീദുള്ള ആളുകൾ അവർക്ക് ചെന്നെത്താനുള്ള അവരുടെ പര്യവസാനം എന്ന് പറയുന്നത് അത് സ്വർഗമാണ്. എത്ര തന്നെ തെറ്റുകൾ ഉണ്ടെങ്കിലും അവർ സ്വർഗത്തിലെത്തുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, അതാനി ജിബ്രീലു അലൈഹിസ്സലാം ഫബശ്ശറനി, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വരികയും എന്നിട്ട് എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു, അന്നഹു മൻ മാത മിൻ ഉമ്മതിക ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നെനിക്ക് സന്തോഷ വാർത്ത നൽകി. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, വഇൻ സന വഇൻ സറഖ്, വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്താലോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വഇൻ സന വഇൻ സറഖ്. സഹാബി ചോദിക്കുകയാണ്, വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്താലോ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, വഇൻ സന വഇൻ സറഖ്, അവൻ വ്യഭിചരിക്കുകയും
മോഷ്ടിക്കുകയും ചെയ്താലും, അഥവാ വ്യഭിചാരം, മോഷണം എന്നൊക്കെ പറയുന്നത് വൻ പാപമാണ്. അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്ത ആളുകളാണെങ്കിൽ പോലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതെങ്ങനെയായിരിക്കും? ഒന്നുകിൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കലായിരിക്കും, അതല്ലെങ്കിലോ ദുഖൂലുൽ മആലി, അവരുടെ ശിക്ഷ കഴിഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിലെത്തുന്നതാണ്. അതിന്റെ അർത്ഥം അവർ നരകത്തിൽ എന്തല്ല, അവരുടെ വൻ പാപങ്ങളുടെ പേരിൽ അവരവിടെ ശാശ്വതരായി കഴിയേണ്ടവരല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ, അത് അംഗീകരിച്ചാൽ, നഫഅത്ഹു യൗമൻ മിൻ ദഹ്രി, ആ വാക്ക് അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നാളിൽ അത് അവരെ ഉപകരിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി പറയുന്നു, യുസീബുഹു ഖബ്ല ദാലിക മാ അസാബഹു, അതിനു മുൻപ് അവൻ എന്ത് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നാലും ഒരു ദിവസം അവനത് ഉപകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് ശരിയാക്കുക, ആ തൗഹീദുള്ള ആളുകൾ അവർക്കത് ഒരു ദിവസം അത് ഉപകരിക്കുക തന്നെ ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റ് തെളിവുകളാണ് ഇത്തരത്തിൽ വൻ പാപം സംഭവിച്ചു പോയ ആളുകൾ, അവർക്ക് ഈമാൻ ഉണ്ട്, അവരുടെ ഈമാൻ അവരിൽ ബാക്കിയാണ് എന്നറിയിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ അവർ പരസ്പരം പോരടിക്കുകയാണ്, യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് വൻ പാപമാണ്. പക്ഷെ അള്ളാഹു ഇവിടെ എന്താണ് പറഞ്ഞത്? മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾ എന്നാണ്. അവർക്ക് ഈമാൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അവർ ഈമാനിൽ നിന്ന് അവരുടെ വൻ പാപം കാരണമായി അവർ പുറത്തായിട്ടില്ല, അവർ കാഫിറുകളായിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവുകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബിയെ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം മദ്യപിച്ചതിന്റെ പേരിലാണ് കൊണ്ടുവരപ്പെടുന്നത്, അതിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിക്ഷ നടപ്പിലാക്കി, അഥവാ ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചില സഹാബികൾ, ചില ആളുകൾ അവർ പറഞ്ഞു, അല്ലാഹുമ്മ ലഅൻ, അല്ലാഹു ഇദ്ദേഹത്തെ നീ ശപിക്കണമേ. മാ അക്സറ മാ യുഅ്താ ബിഹി, എത്ര പ്രാവശ്യമാണ്, എത്ര തവണയാണ് അദ്ദേഹത്തെ ഇതുപോലെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു, ലാ തൽഅനൂഹു, നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കാൻ പാടില്ല. ഫവല്ലാഹി മാ അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മദ്യപിക്കുക എന്നത് വൻ പാപമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ വൻ പാപം ചെയ്തിട്ടും അദ്ദേഹം ഈമാനിൽ നിന്ന് പുറത്തുപോയി എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിൽ ഈമാൻ ഉണ്ട് എന്ന കാര്യം അവിടുന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചില തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. തൗഹീദുള്ള ആളുകൾ അവർ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ശഈറത്തിൻ മിൻ ഖൈർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ, അയാളുടെ ഹൃദയത്തിൽ ഒരു ബാർലിയുടെ അതിന്റെ മണിയോളം തൂക്കം നന്മയുണ്ടായാൽ അദ്ദേഹം നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ്. റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, വയഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ബുർറത്തിൻ മിൻ ഖൈർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അയാളുടെ ഹൃദയത്തിൽ ഒരു ഗോതമ്പ് മണിയോളം തൂക്കം നന്മയുണ്ടായിരിക്കുകയുമാണെങ്കിൽ അദ്ദേഹവും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ്. വയഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ദർറത്തിൻ മിൻ ഖൈർ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അയാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ അളവ്, ഒരു അണു അളവ് നന്മ അയാളിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അയാളും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ്. അതുകൊണ്ട് തൗഹീദുള്ള ആളുകൾ അവരുടെ വൻപാപങ്ങളുടെ പേരിൽ നരകത്തിൽ ഒരിക്കലും ശാശ്വതരല്ല. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ അവർ കാഫിറുകളാണ് എന്ന് പ്രഖ്യാപിക്കാൻ, എന്ന് വിധിക്കാൻ പറ്റുകയില്ല എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില തെളിവുകൾ നമുക്ക് കാണാം. ദീനിൽ ചില തിന്മകൾ ചെയ്താൽ അതിനുള്ള ശിക്ഷാ നടപടികൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു വിധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി മോഷ്ടിച്ച ആളുകളുടെ കൈ ഛേദിക്കണം. അതുപോലെ മദ്യപിച്ചവന് അവന് ചാട്ടവാറ് കൊണ്ടുള്ള അടിയുണ്ട്. ഇതൊക്കെ എന്തിനുള്ള തെളിവാണ്? അവൻ മോഷ്ടിക്കുകയും അവൻ മദ്യപിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണെങ്കിൽ അവന് ഈ ശിക്ഷാ നടപടികളുടെ ആവശ്യമില്ല. അവന് പിന്നെ എന്തിന്റെ വിധിയാണ് കൊടുക്കുക? മുർത്തദ്ദായ ഒരാൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവന്റെ വിധിയാണ് അവനിൽ നടപ്പിലാക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ, ഹദ്ദുകൾ നടപ്പിലാക്കുന്നത് അതെന്തിനുള്ള തെളിവാണ്? വൻ പാപങ്ങൾ ചെയ്താൽ അവൻ പാപങ്ങൾ അതൊരാളെ ഇസ്ലാമിൽ നിന്ന് അവനെ പുറത്താക്കുന്നില്ല എന്നതിനുള്ള തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതാണ് അടുത്ത വരിയിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, വലാ തഅതഖിദ് റഅയൽ ഖവാരിജ് ഇന്നഹു മഖാലുൻ ലിമൻ യഹ്വാഹു യുർദി വയഫ്ളഹു. അതുകൊണ്ട് ഖവാരിജുകളായ ആളുകൾ ഇത്തരത്തിൽ വൻ പാപങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുന്ന, അന്യായമായി തക്ഫീർ ചെയ്യുന്ന ആ ആളുകളുടെ നിലപാട് അത് നീ വിശ്വസിക്കരുത്. കാരണം അവരുടെ നിലപാടിനെ പിന്തുടരുന്ന ആളുകൾ അത് അവസാനം നാശവും അപമാനവുമാണ് നിന്നേക്ക് സമ്മാനിക്കുക എന്ന് അദ്ദേഹം നമ്മെ ഉപദേശിച്ചതായി കാണാം. ഖവാരിജുകളായ ആളുകൾ
അവർക്ക് സംഭവിച്ച രണ്ട് തെറ്റുകളുണ്ട്. ഒന്നാമത്തേത് അവർ അന്യായമായി കാഫിറാക്കി എന്നുള്ളതാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് അവർ മുസ്ലിമീങ്ങളായ ആളുകളെ കാഫിറാക്കി. രണ്ടാമത് അതിന്റെ പരിണിതമായി അവർ കാഫിറാണെന്ന് വിധിച്ചതിന്റെ പരിണിതമായി അവർ മുസ്ലിമീങ്ങളുടെ രക്തവും അവരുടെ സമ്പത്തും ഒക്കെ അനുവദനീയമായി കാണുകയും മുസ്ലിമീങ്ങൾക്കെതിരെ അവർ പോരാടുകയും ചെയ്തു. നമ്മുടെ കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്ന പിഴച്ചുപോയ ഖവാരിജുകളുടെ ഭീകരവാദ തീവ്രവാദ സംഘടനയാണ് ISIS പോലെയുള്ള അൽ ഖായിദ പോലെയുള്ള സംഘടനകൾ. അത്തരത്തിലുള്ള ആളുകൾ അവർ മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും അവരുടെ സമ്പത്തും അവരുടെ രക്തവും ഒക്കെ അനുവദനീയമായി കാണുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ മുസ്ലിം രാജ്യങ്ങളിൽ ധാരാളം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ട ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖവാരിജുകളായ ആളുകൾ അവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ഖവാരിജുകളുടെ പതിപ്പ് ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിലും അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത കാര്യങ്ങൾ തുടർന്ന് വരുന്ന ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുവാനും സത്യം സത്യമായി ഉൾക്കൊള്ളുവാനും ബാത്തിലിനെ ബാത്തിലായി കണ്ട് അതിനെ തള്ളിക്കളയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനക